എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രൂട്ട് സാഗോ ഡെസേർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് സമ്മർ സമയത്തും അതുപോലെ തന്നെ ഇഫ്താർ സമയത്തും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ ഫ്രൂട്ട് സാഗോ ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/3 കപ്പ് ചൗവരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വലിയ ചൗവരിയാണ്. പായസം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ചെറിയ ചൗവരിയാണ് എടുക്കാറുള്ളത്. ഇത് കണ്ടില്ലേ, വലിയ ചൗവരി വെച്ചിട്ടാണ് ഇതുപോലത്തെ ഡെസേർട്ടൊക്കെ തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് ചൗവരി ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്കത് നന്നായി വേവിച്ചെടുക്കേണ്ടതുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ ചൗവരി കഴുകിയെടുക്കാവുന്നതാണ്. ഇനി ഞാനത് ചൗവരിയൊക്കെ കഴുകി സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചവരി വേവിക്കുന്നതിന് വേണ്ടി ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. വെള്ളം കുറച്ച് കൂടുതൽ ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. 2 കപ്പ്. ഈ വെള്ളം നന്നായി തിളച്ച ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ചവരി ചേർക്കാൻ. ചവരി വേവിക്കുന്നതിനുള്ള വെള്ളമൊക്കെ തിളയ്ക്കുമ്പോഴേക്കും നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഇപ്പോൾ 1 ടീസ്പൂൺ സബ്ജ സീഡാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് കുതിരാൻ വേണ്ടി വയ്ക്കാം. സബ്ജ സീഡോ അതല്ലെങ്കിൽ ചിയ സീഡോ എടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ചേർക്കേണ്ടത്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതെല്ലാം നന്നായി കുതിർന്ന് കിട്ടും. ശരീരത്തിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സബ്ജ സീഡ് അതല്ലെങ്കിൽ ചിയ സീഡൊക്കെ നമ്മൾ ചേർക്കുന്നത്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ഫ്രൂട്ട്സ് ആണ്. ഞാനിവിടെ ഇപ്പോൾ ആപ്പിൾ എടുത്തിട്ടുണ്ട്, ഓറഞ്ച് എടുത്തിട്ടുണ്ട്, അതുപോലെ പിയർ എടുത്തിട്ടുണ്ട്, കുറച്ച് തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കിവിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഈ സാഗോ ഫ്രൂട്ട് ഡെസേർട്ട് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഈ ഫ്രൂട്ട്സുകളെല്ലാം കഴുകിയ ശേഷം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഡെയിലി നമ്മൾ ഓരോ ഫ്രൂട്ട്സ് കഴിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും പല കളറിലുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഫ്രൂട്ട്സാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഫ്രൂട്ട്സുകൾ ഡെസേർട്ടിൽ ചേർക്കുന്ന സമയത്ത് തണ്ണിമത്തം മാത്രം ഏറ്റവും ലാസ്റ്റ് ചേർത്താൽ മതി. കാരണം ഇതിന്ന് വെള്ളം ഇറങ്ങുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റാണ് നമ്മൾ ഈ തണ്ണിമത്തം ചേർക്കേണ്ടത്. ഞാനിത് ചവരി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള വെള്ളമൊക്കെ നന്നായി വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചവരി ചേർക്കാം. ഇനി ചവരിയെല്ലാം നല്ല ട്രാൻസ്പെറൻ്റ് ആവുന്ന വരെയാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. ഈ ചവരി സാധാരണയായിട്ട് ശരീരത്തിന് നല്ലൊരു തണുപ്പ് നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റിംഗ് സമയത്തൊക്കെ ചവരിയാണ് കഴിക്കാറുള്ളത്. നമ്മുടെ ഈ ചാനലിൽ ചവരി വെച്ചിട്ടുള്ള കിച്ചടി എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ. ഒരു 5 തൊട്ട് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ചവരി വെന്ത് കിട്ടുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. അതിനത് ചവരിയൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ചവരി കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം സ്ട്രെയിൻ ചെയ്തെടുക്കാം. ചവരി ഇങ്ങനെ വഴുക്കി പോകുന്നതാണ്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തണ്ണിമത്തന്, പിയർ, ആപ്പിള്, ഓറഞ്ച്, കിവി, അതുപോലെ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാങ്ങയോ പഴമോ പൈനാപ്പിളോ ഏതൊക്കെയാണോ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഈ ഒരു സാഗോ ഫ്രൂട്ട് ഡെസേർട്ടിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോഴേക്ക് ഞാൻ ചവരിയെല്ലാം ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അല്പം തണുത്ത വെള്ളമാണ് ചേർക്കുന്നത്. ഈ ചവരിയിലുള്ള വഴുവഴുപ്പും ഒട്ടി നിൽക്കുന്നതും എല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തണുത്ത വെള്ളം ചേർത്ത് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ചവരിയെല്ലാം നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇവാപ്പറേറ്റഡ് മിൽക്കാണ്. ഞാനിപ്പോൾ ഇവാപ്പറേറ്റഡ് മിൽക്കിൻ്റെ ഈ ഒരു ബോട്ടിലാണ് എടുക്കുന്നത്. ഇനി മിക്സ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇവാപ്പറേറ്റഡ് മിൽക്കാണ് ചേർക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഓരോരുത്തരും അവരവരുടെ മധുരത്തിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ഇപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള സബ്ജ സീഡ് ചേർക്കാം. നമ്മുടെ ഡെസേർട്ടിന് ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വാനില എസൻസ് ആണ് ചേർക്കുന്നത്. ഇത് നമുക്ക് 1 ടീസ്പൂൺ ചേർക്കാം. അതിനത് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന്
ഇളക്കി യോജിപ്പിക്കാം. അപ്പോഴേക്കും ആ വാനില എസൻസിൻ്റെ ഫ്ലേവർ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞതിലേക്ക് മിക്സായി കിട്ടും. ഈ സമയത്ത് ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ചവ്വരി ചേർക്കാം. തണുത്ത് കഴിഞ്ഞപ്പോഴേക്കും ചവ്വരി ഒന്ന് കട്ട പോലെ വന്നിട്ടുണ്ട്. ഇതെല്ലാം നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ചേർക്കേണ്ടത്. ഞാൻ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത ശേഷം ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ സമ്മർ സമയത്ത് നമുക്ക് ചവ്വരി വെച്ചിട്ടുള്ള വിഭവങ്ങൾ കഴിക്കുന്നത് ശരീരത്തിന് നല്ലൊരു തണുപ്പ് നൽകാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ വയറിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലോ ഒക്കെ നമ്മൾ ചവ്വരി വേവിച്ചിട്ട് കുട്ടികൾക്ക് വരെ കൊടുക്കുന്നതാണ്. ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ളതാണ് ചവ്വരി. തപ്പിയോക്ക പേൾ എന്നാണ് നമ്മുടെ ചവ്വരീനെ അറിയപ്പെടുന്നത്. അങ്ങനെ ചവ്വരി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ് ചേർക്കാം. അപ്പോൾ ഈ ഒരു പാത്രം ചെറുതായതുകൊണ്ട് ഫ്രൂട്ട്സും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ളായി പോവും. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വാൾനട്ടാണ്. പിന്നെ നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാം ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ബ്ലാക്ക് റൈസിൻസ് ചേർക്കാം. ഞാൻ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് ചേർക്കാം. ഓരോന്നോരോന്നായിട്ട് തന്നെ നമുക്കിതിലേക്ക് ചേർക്കാം. ഞാനത് എല്ലാ ഫ്രൂട്ട്സും ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് സാഗോ ഡെസേർട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇതെപ്പോഴും കഴിക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം വേണം കഴിക്കാൻ. അതുകൊണ്ട് ഞാനിതിപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ നേരമാണ് ഫ്രിഡ്ജിൽ വെക്കേണ്ടത്. അതിനകത്ത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പാത്രത്തിലേക്ക് ചേർക്കാം. അങ്ങനത്തെ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണ്. അപ്പോൾ റമദാൻ സമയത്തോ അല്ലെങ്കിൽ സമ്മർ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടാണ് സാഗോ ഫ്രൂട്ട് ഡെസേർട്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടാണിത്. പ്രത്യേകിച്ച് സമ്മർ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.